ഹലോ, ലെറ്റ്സ് ഗോ ഫോർ എ ട്രിപ്പ് എന്നൊക്കെ നമ്മൾ വലുതായി പ്ലാൻ ചെയ്ത് എന്നിട്ട് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ദാ ഫ്രണ്ട് ഇറങ്ങാൻ നേരം വൈകി. സോ അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ വന്ന് ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ച് കുറേ നേരം ഇരുന്നു. എന്നിട്ട് പിന്നെ ഒന്നും നോക്കില്ല, പോയി അസലായി ഫുഡ് കഴിച്ച്. വീഡിയോ ഒറ്റയ്ക്ക് എടുക്കാനൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യണമല്ലോ. അതുകൊണ്ട് അതും വീഡിയോ എടുത്ത് ഫുഡൊക്കെ നല്ല അസലായി കഴിച്ച് അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എത്തി. എന്നിട്ട് നമ്മൾ മെല്ലെ റെയിൽവേയിലേക്ക് പോയി. വേണമെങ്കിൽ വന്നോ, പിന്നെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ വെയിറ്റിംഗ് റൂമിൽ പോയി. 3 മണി വരെ വെയിറ്റ് ചെയ്യണമല്ലോ, 3 മണിക്കാണല്ലോ ട്രെയിന്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നിട്ട് 3 മണിയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ട്രെയിന് വന്നു. അസലായി കയറി കിടന്നുറങ്ങി, കാരണം വെയിറ്റിംഗ് റൂമിൽ ഉറക്കം നമുക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കിടന്ന് നല്ല അന്തസ്സായി കിടന്നുറങ്ങി. അങ്ങനെ ഒരു നല്ല ഉറക്കം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാംഗ്ലൂർ എത്തി. എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷപ്പൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ നേരെ മാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. നമ്മളുടെ യാത്രയൊക്കെ ബസ്സിലും ഓട്ടോയിലും തന്നെയാണ്. നമ്മൾ വലിയ പൈസക്കാരല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മളൊരു 4.5 hour ബസ്സിൽ ട്രാവൽ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് ബസ്സിൽ തന്നെ പോകണം. ഇത് ഫെറി പോയിൻ്റ് എന്നൊക്കെ പറയും. ഇതും കഴിഞ്ഞ് ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അതും കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി അസലായി കിടന്നുറങ്ങി. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം തലേ ദിവസം ഈവനിങ് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല പോലെ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഗൈസ്. ഒരു ക്ലിയർ ക്ലാരിറ്റി ഇല്ല. അവനക്ക് ഫുഡും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി മാത്രം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഫുഡ് അടിയും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ്സിൽ പോകുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫുൾ മെമ്മറീസാണ്. ഞാനവിടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയിട്ടുണ്ട്. ദി ബെസ്റ്റ് മെമ്മറീസാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തത്. എന്നിട്ട് അതും കഴിഞ്ഞ് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തി ഗൈസ്. സോ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷന് നമ്മുടെ സ്വന്തം ജോഗ് ഫാൾസിലേക്കാണ്. കർണാടകത്താണ് അതുള്ളത്. എൻ്റെ പണ്ടൊക്കെ ഞാൻ ഇവിടെയായിരുന്നു താമസം. ഇവിടെ മീൻസ് ജോഗ് ഫാൾസിലല്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്ലേസിലായിരുന്നു. എന്താ പറയുക, ഇത് മഴക്കാലത്താണ് സൂപ്പർ കാണാൻ വേണ്ടിയിട്ട്. വിസിറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർ മഴക്കാലം കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഒരു 1 month ഒക്കെ ആകുമ്പോഴൊക്കെ വരുന്നതായിരിക്കും നല്ലത്. സംഭവം നല്ല സൂപ്പർ പ്ലേസാണ്. ഇപ്പോൾ ഓൾറെഡി സൂപ്പറാണ്, പക്ഷേ ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അഡാറ് സാധനമായിരിക്കും. വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ദി ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും. എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടെ ഉള്ളൊരു തട്ടുകടയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അല്ലാണ്ട് മെയിൻ ഫുഡിനോട് തീരെ കുറവാണ് അവിടെ.
ടേസ്റ്റും എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട് ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, മാഗി അങ്ങനത്തൊക്കെ. ഞാൻ കുറച്ച് പൈനാപ്പിൾ ഉപ്പിലിട്ടതും കുക്കുംബറും പിന്നെ ഒരു ബാദാം ഷേക്കും കുടിച്ചു. ഫ്രണ്ട് മാഗി എഗ് നൂഡിൽസ് വാങ്ങി, അതും ട്രൈ ചെയ്തു അവൾ. സോ അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു ജെന്യൂനായിട്ടുള്ള ഒപ്പീനിയൻ എന്താണ് അത് കഴിച്ചിട്ട് എന്നുള്ളത്. ഓൾക്ക് ഇഷ്ടപ്പെട്ടു, ഓൾ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ട്രൈ പോലും ചെയ്ത് നോക്കാൻ പോയിട്ടില്ല. പിന്നെ അവളൊരു ലൈം സോഡ കുടിച്ചു. അങ്ങനെ അതും കഴിച്ച് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി. ഏകദേശം ഈവനിങ് ഒരു 5-5:30 ആയിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ വാങ്ങിച്ച ലഡു ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഞാൻ കഴിച്ചു. രാവിലെയും കഴിച്ചിരുന്നു, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ വിശക്കുന്നതുകൊണ്ടായിരിക്കാം കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് അതിന് കുറച്ച് വീഡിയോസൊക്കെ, ഈവനിങ് വൈബ്സിൻ്റെ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈവനിങ് റൂമിലെത്തി പിന്നെയും കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഈവനിങ് പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഫുഡ് മീൻസ് മെയിൻലി പാനിപൂരി ആൻഡ് ഗോബി മഞ്ചൂരി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. സോ അതിൻ്റെ വീഡിയോയും കൂടി നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഇങ്ങോട്ട് തൊള്ളേ കേട്ടോ. വാങ്ങടാ, അയ്യോ വാങ്ങിക്കോ. ഈ സ്വീറ്റ്സ് ഒന്നും നോക്കട്ടെ. സ്വീറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വീറ്റാ? സ്വീറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് താങ്കളുടെ അഭിപ്രായം? എനിക്ക് സ്വീറ്റിനേക്കാളും എരിവ് ഇഷ്ടമാണ്. എനിക്ക് സ്വീറ്റ്സാണ് ഇഷ്ടമല്ല. അങ്ങനെ പാനിപ്പൂരിയും ഗോപിയൊക്കെ ട്രൈ ചെയ്ത് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു. എവിടെ പോയാലും നമ്മളുടെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് എൻ്റെ കൂട്ടുകാരത്തി യാത്ര പറഞ്ഞു. സോ അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. എൻ്റെ ഫ്രണ്ട് എത്തുമ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടാവും. ഞാനൊരു 9:30 ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തി. സോ ഇതായിരുന്നു എൻ്റെ 1 ഡേ ട്രിപ്പ്. ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ വ്ളോഗായിട്ട് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും. എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും. എഡിറ്റിങ്ങിലൊന്നും ഞാൻ എന്താ പറയുക എക്സ്പേർട്ടല്ല. അപ്പോൾ എന്താ തെറ്റെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഇതേപോലെ ഒരു അടുത്ത വ്ളോഗായിട്ട് ഞാൻ വരും. അതുവരേക്കും ബൈ.